വയനാട് സംബന്ധമായ വാർത്തയിലേക്ക്. വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരും. ദുരന്തത്തിൽ 387 പേരാണ് ഇതുവരെ മരിച്ചത്. 180ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. റഡാർ, ഐബോർഡ്, ഡ്രോൺ എന്നിവ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം വിവിധ മേഖലകളായി തിരിച്ചുള്ള തെരച്ചിലും നടക്കും. വിവരങ്ങളുമായി അമൽ ചേരുന്നു. അമൽ, തെരച്ചിൽ ഇന്ന് ഇപ്പോഴും എത്ര മണിയോടെയാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുക? മാത്രമല്ല, ഏതെല്ലാം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ? കൂടുതൽ നിയന്ത്രണങ്ങൾ തെരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അനുപ്രിയ, നിലവിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയാണ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. വിവിധ സേനയുടെ നേതൃത്വത്തിൽ 7 മണിക്ക് തന്നെ എല്ലാ വിഭാഗം സേനകളും സംഭവസ്ഥലത്തേക്ക് എത്തി അവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ഇപ്പോൾ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത്. പ്രധാനമായും മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഒപ്പം തന്നെ ചൂരൽമല, അത്തരം ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 6 ദിവസമായി ഈ ഏരിയകളിൽ തിരച്ചിൽ നടത്തുകയും ഇതിൻ്റെ ഭാഗമായി നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും ഒപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരച്ചിലിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം മേഖലകളിലാണ് ഈ തിരച്ചിൽ നിയന്ത്രണങ്ങൾ ഉള്ളത്. കൂടുതൽ ആളുകളെ ഉപയോഗിക്കാതെ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ചാലിയാർ ഭാഗം, ഒപ്പം തന്നെ സൂചിപ്പാറ ഭാഗങ്ങളിലും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചാലിയാർ നദിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെ തിരച്ചിൽ ഊർജിതമാക്കാൻ കൂടി നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ നടത്തൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ സന്നദ്ധ സേനാ പ്രവർത്തകർ ഈ ഭാഗങ്ങൾ, അതായത് സൂചിപ്പാറ ഭാഗത്ത് കുടുങ്ങിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞായിരുന്നു ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ശ്വാസതടസ്സം, അത്തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വളരെ പ്രയാസമുള്ള ഏരിയകളിലേക്ക് തിരച്ചിൽ നടത്താൻ സന്നദ്ധ പ്രവർത്തകരെ ഏർപ്പെടുത്താതെ അതിനു പകരം പരിശീലനം ലഭിച്ചവരെ, സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടാകും തിരച്ചിൽ മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച് നിലവിൽ ഇപ്പോൾ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ അത് വളരെ പ്രയാസപ്പെടുത്തും. അതിനു പകരം സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇനി തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ, കെഡാവർ ഡോഗുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഇത്തരത്തിൽ മുന്നോട്ട് തിരച്ചിൽ കൊണ്ടുപോവുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ ആദ്യഘട്ടത്തിൽ നടത്തും എന്നും നിലവിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6 ദിവസമായി തിരച്ചിൽ നടത്തിയതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവർക്കൊക്കെ എവിടെയൊക്കെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തിരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ എണ്ണം കൂടുന്നത്, അതായത് തെരച്ചിൽ സംഘത്തിന്റെ എണ്ണം കൂടുന്നത് അതൊരു വലിയൊരു തിരിച്ചടി ആകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിയന്ത്രണത്തിലുള്ള നടപടി വന്നിരിക്കുന്നത്. പ്രത്യേകമായും ഈ തെരച്ചിൽ സംഘങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള തിരിച്ചടികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അനുപ്രിയ, ഈ തിരച്ചിൽ സംഘം നേടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെ മണ്ണുകളൊക്കെ തന്നെ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മണ്ണുറച്ച ഭാഗങ്ങളിലേക്ക് ഈ തിരച്ചിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒക്കെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ തിരച്ചിൽ മുന്നോട്ട് പോകില്ല എന്നൊരു വിലയിരുത്തലാണ് നിലവിൽ അധികൃതർ എത്തിയിട്ടുള്ളത്. കാരണം ഈ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ നടത്തണമെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ അടക്കം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയതിൽ നിന്നും ഈ ഭാഗങ്ങളിൽ നിന്നുമൊന്നും പ്രധാനമായും ഒന്നും തന്നെ ഇവർക്ക് കണ്ട് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സന്നദ്ധ പ്രവർത്തകർ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസോ പരിചയങ്ങളോ അങ്ങനത്തെ ഉള്ളവരാകണം എന്നില്ല, അവർക്ക് വ്യക്തമായ പരിശീലനം ലഭിച്ചവരാകണം എന്നൊന്നുമില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ മണ്ണുറച്ച ഭാഗങ്ങളിൽ, ഇത്തരത്തിൽ വലിയ പ്രയാസമുള്ള ഭാഗങ്ങൾ ഇവർക്ക് തിരച്ചിൽ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും
സാധിക്കും എന്നതിൽ വലിയ ആശങ്ക തന്നെ നിലവിൽ അധികൃതർക്കുണ്ട്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ പേരെ ഈ പ്രയാസം പിടിച്ച ഏരിയകളിലേക്ക് കൊണ്ടുപോകാതെ അവിടെ ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെയും ഉപകരണങ്ങളെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അധികൃതർ നിർബന്ധം പിടിക്കുന്നത്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് തിരച്ചിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് ഇവരുടെ എണ്ണം കുറയ്ക്കുവാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പലരും പല ഭാഗങ്ങളും കുടുങ്ങിക്കിടന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ഈ തിരച്ചിൽ നടത്തിയവർ തന്നെ അവർക്ക് പിന്നീട് ശ്വാസതടസ്സമടക്കം സംഭവിക്കുകയും അവരെ പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്ന സംഭവങ്ങളടക്കം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വിദഗ്ധ പരിശീലനം ലഭിച്ചവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ റഡാർ സംവിധാനങ്ങൾ ഒപ്പം തന്നെ ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ തിരച്ചിൽ സംഘം അവരുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഒരു അനിവാര്യതയും കൂടി ഉണ്ടല്ലോ. അതായത് ഇന്നലെ തിരച്ചിലിന് പോയി വനത്തിൽ അകപ്പെട്ട ഒരു സംഘമുണ്ടായിരുന്നു. സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറയിൽ കണ്ട മൃതദേഹം എടുക്കുന്നതിലുണ്ടായ ഒരു താമസത്തെ തുടർന്നാണ് ഇവരുടെ ഒരു തിരിച്ചുവരവ് തടസ്സപ്പെട്ടത്. കാട്ടാന ശല്യം ഉള്ളതിനാലാണ് രാത്രി ഇവർ തിരികെ വരാതിരുന്നത്. അതായത് ഈ തിരച്ചിൽ സംഘത്തിന്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു അനിവാര്യതയും കൂടെയുണ്ട്. അത്തരത്തിൽ ഇവർക്ക് സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനുപ്രിയ, തീർച്ചയായും അതായത് ഇത്തരത്തിൽ ഈ തിരച്ചിൽ നടത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ വിവിധ സംഘങ്ങളായി മാറ്റിക്കൊണ്ട്, അതായത് നിരവധി സംഘങ്ങളായി മാറ്റിക്കൊണ്ടാണ് ഇവരെ ഈ ഭാഗങ്ങളിലേക്ക് തിരച്ചിലിന് വിടുന്നത്. ഓരോ സംഘത്തിലും ഇത്ര പേർ, അതായത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ, അതായത് നാട്ടുകാർ, ഒപ്പം തന്നെ ഓരോ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർ, ഇത്തരത്തിലുള്ള വിവിധ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സംഘത്തിൽ ഇത്ര പേർ, അതായത് ഒരു എണ്ണം പറഞ്ഞുകൊണ്ട് അത്രയും പേർ നിർബന്ധമായും ഉണ്ടാകണം എന്ന ഒരു നിബന്ധന അല്ലെങ്കിൽ നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. അവരെയാണ് ഓരോ ഭാഗങ്ങളിലേക്കും നിയോഗിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ ഓരോ സംഘവും അവർക്ക് നിശ്ചയിച്ച ഇടങ്ങളിലേക്ക് തിരച്ചിൽ നടത്തുമ്പോൾ നിലവിൽ നേരിട്ട ഈ പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് അധികൃതർ എത്തിയിരിക്കുന്നത്. അതായത് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ നടത്താതെ വിദഗ്ധരായവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ നടത്തുക, അത്തരത്തിലുള്ള രീതിയിലേക്കാണ് ഇന്ന് അത്തരം രീതിയാണ് മുന്നോട്ട് വയ്ക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും എല്ലാ ഭാഗങ്ങളിലെ തിരച്ചിലും വിജയകരമായി എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു രീതിയിലേക്കല്ല എത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പല സംഘങ്ങളിലും വിദഗ്ധരുടെ സേവനം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർക്ക് ആ ഒരു തിരച്ചിലൊന്നും തന്നെ വിജയകരമായി മുന്നോട്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. പ്രത്യേകിച്ച് ഇത്രയും ദിവസങ്ങൾ, അതായത് ഈ ഒരു ദുരന്തമുണ്ടായി 7ാമത്തെ ദിവസത്തിലേക്കാണ് നിലവിൽ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധരുടെ സേവനം ആവശ്യമുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഈ തിരച്ചിൽ നടത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാകും ഇന്ന് തിരച്ചിൽ പുരോഗമിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അനുപ്രിയ, അമൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്നലെ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിക്കുകയുണ്ടായി. വൈകിട്ട് 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഏറെ വൈകിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്ന് എത്ര മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? മാത്രമല്ല, എത്ര പേരെയായിരിക്കും, തിരിച്ചറിയപ്പെടാത്ത എത്ര പേരെയായിരിക്കും ഇന്ന് സംസ്കരിക്കുക? അനുപ്രിയ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം 8 പേരുടെ സംസ്കാര ചടങ്ങുകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നിയമ നടപടികളൊക്കെ തന്നെയും പൂർത്തിയാക്കാൻ വേണ്ടി ഏറെ സമയമെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടന്നത്. ഇത് വലിയ രീതിയിലുള്ള അമർഷങ്ങൾക്ക് കാരണമായിരുന്നു. ഇത്രയും വൈകി ഈ സംസ്കാര ചടങ്ങ് അതിനാൽ തന്നെ ഇന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അജ്ഞാത മൃതദേഹങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏകദേശം ഒരു 3 മണിയോടുകൂടി തന്നെ സംസ്കരിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതിനാൽ തന്നെ വളരെ വേഗത്തിൽ ഇത്തരം നടപടികളൊക്കെ തന്നെയും പൂർത്തിയായിക്കൊണ്ട് മറ്റ് ഒരു രീതിയിലുമുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കാതെ തന്നെ ഈ
സംസ്കാര ചടങ്ങ് ഇന്ന് പൂർത്തിയാക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ നിലവിൽ ഇനിയും നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. ഏകദേശം 172ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ DNA പരിശോധനകൾ അടക്കം ഇനിയും നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രധാനമായും മേപ്പാടി ക്യാമ്പിൽ 2 സെൻറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2 സെൻറ്ററുകളിൽ നിന്നുമാണ് DNA സാമ്പിൾ ശേഖരണം നിലവിൽ നടക്കുന്നത്. പ്രധാനമായും അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഒപ്പം തന്നെ ഗ്രാൻഡ് പാരൻസ് ഇവരുടെ DNA രക്തസാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ DNA പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ DNA കളക്ട് ചെയ്യുന്ന, അതായത് ഈ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് ഫോട്ടോകൾ, അതായത് ഈ ഒരു മൃതദേഹങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആഭരണങ്ങളുടെ ഫോട്ടോ, ഒപ്പം തന്നെ ആ മൃതദേഹങ്ങളിൽ ഉണ്ടായ വസ്ത്രങ്ങളുടെ ഫോട്ടോ അടക്കം എടുത്ത് അവ ജില്ലാ ഭരണകൂടം നിലവിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഈ ഫോട്ടോകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ അജ്ഞാത മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്ത മൃതദേഹങ്ങൾ 72 മണിക്കൂറിനുള്ളിൽ സംസ്കരിക്കണം എന്ന ഒരു നിയമം കൂടിയുണ്ട്. എല്ലാ ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് 72 മണിക്കൂറിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന നിയമമാണ് നിലവിലുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഏകദേശം 5 or 6 ദിവസങ്ങളായുള്ള മൃതദേഹങ്ങളായിരുന്നു സംസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് അതിന് ഇടവരുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ അധികൃതർ എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ അജ്ഞാത മൃതദേഹങ്ങളാണെങ്കിൽ പോലും അവ സംസ്കരിക്കുമ്പോൾ അതിനുശേഷം അവിടെ ഒരു കല്ല് വെച്ചുകൊണ്ട് ഓരോ മൃതദേഹങ്ങൾക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടായിക്കൊണ്ട് കൊണ്ടാണ് സംസ്കാരം നടത്തുന്നത്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഏത് മൃതദേഹമാണെന്ന തിരിച്ചറിയലിലേക്ക് എത്തണമെങ്കിൽ അത് ഉപകാരപ്പെടും എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഉള്ള സംസ്കാര നടപടികളിലേക്ക് കടക്കുന്നത്. അനുപ്രിയ. അമൽ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ പ്രദേശത്ത് മോഷണം ഇപ്പോൾ വ്യാപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും സന്നദ്ധ പ്രവർത്തകരെന്നുള്ള വ്യാജേന മോഷ്ടാക്കൾ വീടുകളിൽ കയറിക്കൂടുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു ദൗത്യത്തിൽ അവർ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഡിസാസ്റ്റർ ടൂറിസം ആയിരുന്നു. ഇപ്പോൾ അതിനൊരു കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഈ ഒരു ഡിസാസ്റ്റർ ടൂറിസത്തിലേക്ക് പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒരു ഭാഗത്ത് മോഷണശ്രമം നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ വ്ളോഗർമാരും മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും വീഡിയോ പിടിക്കാനായിട്ട് ആ പ്രദേശത്ത് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അമൽ. അനുപ്രിയ, തീർച്ചയായും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കടക്കം കാരണമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം നടന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൊബൈൽ ഫോണുകൾ വഴി ദൃശ്യങ്ങൾ പകർത്തി അവ സോഷ്യൽ മീഡിയയിലടക്കം അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉണ്ടായ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ മൊബൈൽ ഫോണിലടക്കം ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് അവ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന അടക്കം തന്നെ നിലവിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള പോലീസ് സേനയുടെയും ഒപ്പം തന്നെ മറ്റ് അധികൃതരുടെയും നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിരോധനമാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുപ്രിയ. ശരി അമൽ.